Good morning, all of you. Here we can start a new chapter, Presentation Made Attractive. Look at this picture. Do you know me? I am an overhead projector. In the earlier days, images and text were presented before an audience using me. But after arrival of the computer, I have been relegated to the attic of the school building. But I am not sad. After all, I had been replaced by a better one. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഓവർഹെഡ് പ്രൊജക്ടറാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് ചിത്രങ്ങളും അക്ഷരങ്ങളും ഒക്കെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്രൊജക്ടറിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഓവർഹെഡ് പ്രൊജക്ടർ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് കൂടെ ഉണ്ടാവുന്ന പ്രൊജക്ടർ, അതുപോലെയുള്ളൊരു മെഷീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓവർഹെഡ് പ്രൊജക്ടർ. ഹാവ് യു റീഡ് ദ മോണോലോഗ് ഓഫ് ആൻ ഓവർഹെഡ് പ്രൊജക്ടർ? ഇവിടെ ഓവർഹെഡ് പ്രൊജക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Overhead projector was an important equipment we had used earlier for presentation. Using this projector, we could present images and text prepared in a transparent sheet. ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളോ അക്ഷരങ്ങളൊക്കെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സിനിമ കാണുന്ന രൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓവർഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. We used to project the images and text on screens or walls using light rays. വെളിച്ചത്തിൻ്റെ സഹായത്തോടുകൂടി ഈ ഒരു ഓവർഹെഡ് പ്രൊജക്ടറിലൂടെ കാണിക്കുന്ന ചിത്രങ്ങളും അക്ഷരങ്ങളും ഒക്കെ നമ്മൾ ഒരു സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ ഒരു വെളുത്ത ചുമരിലേക്കോ ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവാം. Then it was a major limitation of the overhead projector that motion pictures and certain colors could not be projected. ഇങ്ങനെയുള്ള ഒരു ഓവർഹെഡ് പ്രൊജക്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് അനിമേഷൻ ടൈപ്പുകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കളേഴ്സ്, മൾട്ടിപ്പിൾ കളേഴ്സ് ഒന്നും ഇതിലൂടെ കാണിക്കാൻ പറ്റില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള തരത്തിലായിരിക്കും കാണുന്നുണ്ടാവുക. Today we can effectively present our ideas before others using the picture and motion pictures with the help of the computer. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്കിവിടെ ചിത്രങ്ങളും അതുപോലെ തന്നെ ആനിമേഷൻസ്, മൂവിങ് ആയിട്ടുള്ള ചിത്രങ്ങളും ടെക്സ്റ്റുകളാണെങ്കിൽ അതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഓഡിയൻസിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഓവർഹെഡ് പ്രൊജക്ടറിൻ്റെ സ്ഥാനത്താണ് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കൂടെയുള്ള പ്രൊജക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൊജക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ ക്ലാസ് റൂമുകളിലൊക്കെ ചുമരിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന തരത്തിലുള്ള പ്രൊജക്ടർ. അതിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ചിത്രങ്ങൾ ഒരു വൈറ്റ് ബോർഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമുകളിലും അതേപോലെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രൊജക്ടർ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് അനു ആൻഡ് ആമിന ആർ വെയർ ഡിസ്കസിങ്? ഇവിടെ എന്താണ് അനുവും ആമിനയും ഡിസ്കസ് ചെയ്യുന്നത്? ദേ ആർ ഡിസ്കസിങ് ഹൗ ദേ ക്യാൻ എഫക്റ്റീവ്ലി പ്രസൻറ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് ദെയർ പ്രൊജക്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റിട്രീവ് ഫീൽഡ്സ്. സയൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള റിട്രീവ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനു ആൻഡ് ആമിന ഡിസ്കസ് ചെയ്യുന്നത്. ക്യാൻ വി ഹെൽപ്പ് അനു ആൻഡ് ആമിന? വാട്ട് ഡീറ്റെയിൽസ് ആർ ടു ബി പ്രസൻറ്റഡ് ബിഫോർ ഓഡിയൻസ്? എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിൽ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ആ പ്രസൻറ്റേഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തയ്യാറാക്കി വെക്കണം. ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു ദ പ്രൊജക്റ്റ്, ദെൻ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്, നമ്മൾ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത്. പിക്ചേഴ്സ് ആൻഡ് അതർ ഡാറ്റ, പ്രസൻറ്റേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ്, ഡാറ്റാസ്, അതേപോലെ നമ്മൾ അതിലേക്ക് എന്തെല്ലാം വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെന്തെല്ലാം അനിമേഷൻസ് നമുക്ക് വേണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഓഡിയോസ്, അതൊക്കെ അതൊരു ടേബിളായിട്ട് വേണോ അല്ലെങ്കിൽ ചാർട്ടായിട്ട് വേണോ ഗ്രാഫായിട്ട് വേണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുൻപേ തന്നെ നമ്മളത് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. Here, multimedia presentation is a slide show.
വാട്ട് ഈസ് എ സ്ലൈഡ്? മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് ഷോ ആണ്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിമിലർ ടു ദ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ്ഡ് ഇൻ ഓവർ ഹെഡ് പ്രൊജക്ടർ. നമ്മൾ ഓവർ ഹെഡ് പ്രൊജക്ടറിൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു ഷീറ്റ് തന്നെയാണ്. ആ ഷീറ്റിലാണ് നമ്മൾ എഴുതുന്ന ചിത്രങ്ങളും നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ സ്ലൈഡ് ഈസ് എ സ്ലൈഡ് പ്രിപ്പയർഡ് വൺ പേജ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ടു ബി പ്രസൻറ്റഡ് അറ്റ് എ ടൈം. പ്രസൻറ്റേഷൻ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന സ്ലൈഡുകൾ, ഒരു പേജിനകത്ത് നമ്മൾ തയ്യാറാക്കുന്ന സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റൈറ്ററിൽ പേജാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പേജിനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The page containing information to be presented at a time. Instead of slides prepared on sheet by drawings and writings, we use the computer technology for preparing slides. നമ്മൾക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരു മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. There are many softwares that help us to create presentation in the computer. These are the some softwares, that is LibreOffice Impress. ഉബണ്ടു കാറ്റഗറിയിൽ വരുന്ന ഉബണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് LibreOffice Impress എന്ന് പറയുന്നത്. ദ ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ ആണ് അതിൻ്റെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്നത്. കാലിഗ്ര സ്റ്റേജ്, അതേപോലെ കീ നോട്ട്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഇതെല്ലാം എന്താണ്? ഒരു ഇംപ്രസ് പ്രസൻറ്റേഷൻ, നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് LibreOffice Impress എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ദെൻ ഇതുപോലെ ഉള്ള പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ബിഫോർ ക്രിയേറ്റിംഗ് എ പ്രസൻറ്റേഷൻ വി ഹാവ് ടു പ്രിപ്പയർ ദ സ്റ്റോറി ബോർഡ്. നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോറി ബോർഡാണ്. സ്റ്റോറി ബോർഡ് ഈസ് എ ടേം വി ഹിയർ ഇൻ കണക്ഷൻ വിത്ത് ഫിലിം മേക്കിംഗ്. സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് നമ്മൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കേട്ടിട്ടുണ്ടാവുക. ബിഫോർ ഷൂട്ടിംഗ് എ ഫിലിം, സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനാവശ്യമുള്ള കഥ, അതേപോലെ തന്നെ അത് ഏത് ഭാഗത്താണ് ക്യാമറ പൊസിഷൻ വെക്കേണ്ടത്, ഡയലോഗിൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെ ക്യാരക്ടേഴ്സിന് ഏതൊക്കെ ഡയലോഗുകളാണ് മൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓരോ ക്യാമറ മൂവ് ചെയ്യുന്ന സമയത്ത് അഭിനയിക്കുന്ന ആളുകൾ ഏത് ഭാഗം മുതൽക്ക് ഇത്ര വരെയാണ് മൂവ് ചെയ്യേണ്ടത്, അവരുടെ ഡയലോഗുകൾ എന്തൊക്കെയായിരിക്കും, അത് ഒരു പ്രാവശ്യം ഏതൊക്കെ സീനുകളാണ് ഷൂട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അവിടെ ആ ഒരു മേഖലയിൽ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ്. പക്ഷേ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സ്റ്റോറി ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രസൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഡീറ്റെയിൽസ് അബൌട്ട് ഹൗ ആൻഡ് വെയർ ദ ടെക്സ്റ്റ്, എവിടെയാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്, അത് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ സൗണ്ട്, വീഡിയോസ്, ഓഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് വേണം ഒരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ദ ഔട്ട്ലൈൻ പ്രിപ്പയർഡ് ഇൻ ദിസ് വേ ബിഫോർ മേക്കിംഗ് എ പ്രസൻറ്റേഷൻ ഈസ് കോൾഡ് പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡ്. ഒരു ഔട്ട്ലൈൻ നമ്മൾ തയ്യാറാക്കി വെക്കുന്നു. എന്തിന്? ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടി അതിന് മുന്നോടിയായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഔട്ട്ലൈൻ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. എ ഫിലിം സ്റ്റോറി ബോർഡ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് വിച്ച് ആർ അപ്പിയർ ഇൻ ഈച്ച് സീൻസ്. ഓരോ സീനിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടേണ്ടതെന്നാണ് ഒരു ഫിലിം സ്റ്റോറി ബോർഡിൽ ഉൾപ്പെടുന്നുണ്ടാവുക. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് വാട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് സ്ലൈഡ്. ഓരോ സ്ലൈഡിലും എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് ഒരു പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇറ്റ് ഷുഡ് ബി എ നോട്ട് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കളർ. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിന് കളർ എന്തായിരിക്കണം, അതിൻ്റെ സൈസ് എന്തായിരിക്കണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്തായിരിക്കണം, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ മൂവ്മെൻറ്റ്, ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് ഏത് തരത്തിലാണ് അത് മൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ്റെ സ്റ്റോറി ബോർഡിലൂടെ തയ്യാറാക്കുന്നുണ്ടാവാം. ഹിയർ വി ക്യാൻ ഓപ്പൺ ദ LibreOffice Impress. നമ്മൾ റൈറ്റർ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ കാൽക്ക് ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ഓഫീസ് കാറ്റഗറിയിൽ വരുന്നതാണ് LibreOffice Impress എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ.
അപ്പോൾ ഇവിടെ ഒരു മോഡൽ ടൈപ്പ് ഓഫ് സ്റ്റോറി ബോർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ലൈഡിൽ ലാൻഡ് യൂട്ടിലൈസേഷൻ ആൻഡ് വെജിറ്റബിൾ കൾട്ടിവേഷൻ എന്നാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ്, കൊളാഷ് ഓഫ് ദ വെജിറ്റബിൾസിൻ്റെ പിക്ചർ ആ സ്ലൈഡിനകത്ത്, ആ പേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഈ അക്ഷരങ്ങൾ എഴുതേണ്ടത് ഫോണ്ട് സൈസ് 44ലാണ്, പിങ്ക് കളറാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കൈ ബ്ലൂ കളർ വേണം, അനിമേഷൻ ഫെയ്ഡ് ഇൻ എന്ന് പറയുന്ന അനിമേഷനിലായിരിക്കണം, ട്രാൻസിഷൻ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അങ്ങനെ 3 സ്ലൈഡുകളായിട്ടാണ് നമ്മളിവിടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റോറി ബോർഡ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം കമ്പ്യൂട്ടറിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ടു ടൈപ്പ് ദ കണ്ടന്റ്, ഇനി നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നുണ്ടാവുക. Here a small paragraph about the LibreOffice. LibreOffice comprises a package which includes a software like Writer, which is used to prepare letter, അത് നമ്മൾ പഠിച്ചതാണ്, and notices, Calc, spreadsheet, which is used to analyze the information. ഓഫീസ് കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ് റൈറ്റർ, അതേപോലെ തന്നെ കാൽക്ക്, ദെൻ ഇംപ്രസ് ഇസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, ബേസ് മീൻസ് ഡാറ്റാബേസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ ഡാറ്റ, ആൻഡ് ഡ്രോ, LibreOffice ഡ്രോ, നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് LibreOffice ഡ്രോ. നമ്മൾ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് LibreOffice ഡ്രോ എന്ന് പറയുന്നത്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദിസ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ. ദ മെയിൻ എയിം ഓഫ് ദ LibreOffice ടു ക്രിയേറ്റ് എ നോൺ കമേഴ്ഷ്യൽ ഓഫീസ് പാക്കേജ്. ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്ന് പറയുന്ന ODF എന്ന് പറയുന്ന ഫോർമാറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നു. The name LibreOffice created by joining the libre, which means freedom, and the word office. LibreOffice എന്ന് പറയുന്ന 2 വേർഡാണ്, ലിബ്രെ ആൻഡ് ഓഫീസ്. ആ 2 വേർഡ് നമ്മൾ ലിബ്രെ എന്ന് പറഞ്ഞാൽ ഫ്രീഡം, ആൻഡ് ദ വേർഡ് ഓഫീസ് ജോയിനിങ് വേർഡ്, അതായത് LibreOffice. ആ 2 പേരും കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് നമ്മൾ LibreOffice എന്ന് പറയുന്ന കാറ്റഗറി ഉൾപ്പെട്ടിരിക്കുന്നത്. Then when we open the LibreOffice software, you can see the window like this. ഇതിൽ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സേവ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്, മുകളിൽ ടൈറ്റിൽ ബാർ, ദെൻ മെനു ബാർ, ദെൻ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ, അക്ഷരങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഇൻസേർട്ട് ഇമേജ് ഐക്കൺ ഉണ്ട്, ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഐക്കൺ ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടു ഓപ്പൺ പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള പോർഷൻ, ഗിവ് സ്ലൈഡ് ട്രാൻസിഷൻ, ഓരോ പേജിനും ഡിഫറെൻറ്റ് ആനിമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡ് ട്രാൻസിഷൻ, ടു ഗിവ് ആനിമേഷൻ നമ്മൾ എഴുതിയ അക്ഷരങ്ങൾക്ക് ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും, ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ ഓവർഹെഡ് പ്രൊജക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ വി ക്യാൻ മൂവ് ടു ദ വാട്ട് ഈസ് പ്രൊജക്ടേഴ്സ്. കമ്പ്യൂട്ടർ പ്രൊജക്ടർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊജക്ടർ ഈസ് എൻ എക്യുപ്മെൻറ്റ് വിച്ച് പ്രൊജക്ട് ഇമേജസ് ഓൺ എ സർഫേസ് ഓർ എ സ്ക്രീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലൈറ്റ് റേസ്. അത് തന്നെയാണ് ഓവർഹെഡ് പ്രൊജക്ടറിലും നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്യുപ്മെൻ്റ് ആണ്, ഒരു ഡിവൈസാണ്. അതിൽ ഇമേജസും അല്ലെങ്കിൽ വീഡിയോസ് എന്താണോ ഉള്ളത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. എവിടേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഓൺ ദ സ്ക്രീൻ, ഏതെങ്കിലും ഒരു സർഫേസിലേക്ക്. അതൊരു ചുമരായിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ഏതെങ്കിലും ഒരു പോർഷനിലേക്കായിരിക്കാം നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നോർമലി ദ പ്രൊജക്ടേഴ്സ് റിഫ്ലക്റ്റ് ഇമേജസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലൈറ്റ് പാസസ് ത്രൂ ദ ലെൻസ്. അതിലുപയോഗിച്ചിരിക്കുന്ന ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് നമ്മൾ കാണുന്ന ഇമേജസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് നൗ പ്രൊജക്ടേഴ്സ് ആർ അവൈലബിൾ വിച്ച് ഡയറക്ട്ലി പ്രൊജക്ട് പിക്ചേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലേസർ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിനകത്തൊക്കെ ലെൻസിനെക്കാട്ടിലും ലേസർ ഉപയോഗിച്ചിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവുക. മൾട്ടിമീഡിയ പ്രൊജക്ടേഴ്സ് ആർ മോർ വർക്ക് നവേ ഡേയ്സ്. ദ സ്ലൈഡ് projector as well as the overhead projector specified earlier where it is predecessor. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, മൾട്ടിമീഡിയ പ്രൊജക്ടറിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The light projector which was in use of 1950 around 2000 become totally obsolete after the introduction of the പ്രൊജക്ടർ. നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടർ, കമ്പ്യൂട്ടർ കണ്ടുവന്നതോടുകൂടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടേഴ്സ് ഒന്നും ഇപ്പോൾ കാണാനില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്രൊജക്ടേഴ്സാണ് കാണുന്നത്.
ദേ ആർ നോൺ ആസ് LCD. അതിന് നമ്മൾ പറയുന്ന പേരുകളാണ് LCD പ്രൊജക്ടർ അല്ലെങ്കിൽ DLP പ്രൊജക്ടർ ബേസ്ഡ് ഓൺ ദ ടെക്നോളജി യൂസ്ഡ്. LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. DLP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് ആണ്. അതേപോലെ LED പ്രൊജക്ടേഴ്സ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, നമ്മൾ മോണിറ്ററിൻ്റെ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന സെയിം ടെക്നോളജി തന്നെയാണ് എവിടെയും പ്രൊജക്ടറിലും ഉപയോഗിക്കുന്നുണ്ടാവുക. സാധാരണ നിങ്ങൾക്കറിയാം, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നവരാണെങ്കിൽ പ്രൊജക്ടർ എന്താണെന്നുള്ളത് എളുപ്പത്തിൽ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ പുറകുവശത്ത് നിന്ന് ഒരു ലൈറ്റ്, ലേസർ ലൈറ്റ് എങ്ങനെ വരുന്നുണ്ടാവും, അത് നേരെ നമ്മുടെ മുന്നിലുള്ള വലിയ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ, അതാണ് പ്രൊജക്ടർ കൊണ്ട് ഉള്ള ഉപയോഗം. Then we can open the LibreOffice Impress software. The software that is used to create and edit presentations for slideshows, meeting and web pages by using Impress. ഇംപ്രസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന വിൻഡോ നിങ്ങൾക്ക് പരിചയമുള്ള വിൻഡോ ആണ്. 7ാം ക്ലാസ്സിൽ നമ്മൾ ഇംപ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡ്സ് എന്ന് പറയുന്നു. ദീസ് ആർ ദ പേജസ്. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന പേജ്, നമ്പർ ഓഫ് പേജസ് എത്രയാണെന്നുള്ള ഇവിടെ സ്ലൈഡ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, നമ്മളിവിടെയാണ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മളൊരു സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സ്ലൈഡാണോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. നമ്മൾ പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെ അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്ലൈഡ് ലേ ഔട്ടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ ഉള്ള വിൻഡോയിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മളൊരു അക്ഷരം എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ മലബാർ എന്ന് എഴുതി കഴിഞ്ഞു. അപ്പോൾ ആ അക്ഷരത്തിന് കളറ് കൂട്ടാനും ബോൾഡ്, ഇറ്റാലിക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. നമ്മൾ സാധാരണ റൈറ്ററിൽ ഉപയോഗിക്കുന്ന എല്ലാ എഫക്റ്റുകളും നമുക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്തു, രണ്ടാമതൊരു സ്ലൈഡും കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്നു. ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് അതേപോലെ വേറൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നായിരിക്കും പറയുക. അപ്പോൾ ഞാനിവിടെ ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു, രണ്ടാമതൊരു സ്ലൈഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലേ ഔട്ടാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ സ്ലൈഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, ലേ ഔട്ടിനകത്ത് ഏത് ലേ ഔട്ട് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ലേ ഔട്ട്, അതേപോലെ തന്നെ അതിൽ സിംഗിൾ കണ്ടൻറ്റ്, ഒരൊറ്റ കണ്ടൻറ്റ് മാത്രം നമ്മൾ കൊടുക്കുന്ന തരത്തിലുള്ള ലേ ഔട്ട്, ദെൻ ഒന്നിലധികം കണ്ടൻറ്റുകൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളത്, പോയിൻ്റ് വൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഏത് തരത്തിലുള്ള ലേ ഔട്ടാണ് വേണ്ടത് എന്നുള്ളത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ലേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു ലേ ഔട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മലബാർ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ ഏത് ലേ ഔട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിംഗിൾ ലേ ഔട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് ഐക്കൺ ഉണ്ടായിരിക്കും. ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്താൽ നമ്മൾക്ക് ഏത് പിക്ചറാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഇമേജ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇമേജ് ആയിട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇവിടെ 2 സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്ലൈഡ് ഇങ്ങനെ ഒരെണ്ണം, അതേപോലെ രണ്ടാമത്തെ സ്ലൈഡിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒന്നാമത്തെ സ്ലൈഡ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ
നമ്മൾക്ക് കാണാം ആനിമേഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ, അതേപോലെ സ്ലൈഡ് ട്രാൻസിഷൻ യൂസ് ചെയ്യുക. സ്ലൈഡ് ട്രാൻസിഷൻ മീൻസ് ഇതിലേതെങ്കിലും ഒരു ട്രാൻസിഷൻ നമുക്ക് ആ സ്ലൈഡിലേക്ക് ആവശ്യമായിട്ട് യൂസ് ചെയ്യാം. ചെക്ക് ബോർഡ്സ് ഏത് ട്രാൻസിഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ ഒരു ട്രാൻസിഷൻ, ദെൻ സെക്കൻഡ് സ്ലൈഡിൽ അനദർ ട്രാൻസിഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഏത് ടൈപ്പ് ട്രാൻസിഷനാണ് പേജിന് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ പേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മാസ്റ്റർ സ്ലൈഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ ആ സ്ലൈഡ് മാസ്റ്റർ പേജസ് ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഏത് ടൈപ്പ് സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടതെന്നുള്ളത് നമുക്കങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല ഫോർമാറ്റ് മെനുവിൽ പോയാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇൻസേർട്ട് ആൻഡ് ഫോർമാറ്റ് മെനുവിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് മെനുവിലും ഫോർമാറ്റ് മെനുവിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഇമേജസ് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും അതേപോലെ അനിമേഷൻ യൂസ് ചെയ്യാനുള്ളതും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് ഓൺ ദ പ്രോപ്പർട്ടീസ് ഇൻ സ്ലൈഡ് മെനു, ബാക്ക്ഗ്രൗണ്ട് ടാബ്, പേജ് സെറ്റപ്പ് ഓപ്ഷൻ, ദെൻ ക്ലിക്ക് ഓൺ ദ കളർ ബട്ടൺ. ഇങ്ങനെയാണ് ആ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ലൈഡ് മെനുവിനകത്ത് പ്രോപ്പർട്ടീസ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിലേത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അല്ല നമുക്ക് കളേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കളർ സെലക്ട് ചെയ്യുക, അത് ആക്റ്റീവ് ആക്കി കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് ആനിമേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള സ്ലൈഡ് ട്രാൻസിഷൻ യൂസ് ചെയ്തു, അതേപോലെ തന്നെ ആനിമേഷനാണ് യൂസ് ചെയ്യുന്നത്. ആനിമേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടൻറ്റിനാണ് നമ്മൾ ആനിമേഷൻ കൊടുക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആനിമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷനിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇതിലേതെങ്കിലും ഒരു അനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ആനിമേഷനിൽ കൊടുത്തതിന് ശേഷം ദെൻ രണ്ടാമത്തെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ പിക്ചർ സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ പിക്ചറിനും ഇവിടുന്നൊരു ആനിമേഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ സ്ലൈഡ് ഓപ്പൺ ചെയ്യുന്നു. സ്കൂൾ ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ദെൻ ആനിമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഏത് മെത്തേഡാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം അതുപോലെ പിക്ചറിനും ഇതുപോലൊരു ആനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഏകദേശം സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് സൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സൗണ്ട്, ഓഡിയോസ്, വീഡിയോസ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് ഓഡിയൻസിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിയൻസിന് ഡിസ്പ്ലേ ചെയ്യുന്ന തരത്തിൽ എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഫോർ ദാറ്റ് വൺ വി ഹാവ് ടു സെലക്ട് ദ സ്ലൈഡ് ഷോ മെനു. ഫ്രം ദ സ്ലൈഡ് ഷോ മെനു സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് സ്ലൈഡ്. ആദ്യം മുതൽക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് F5 എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുകയും ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ ദാറ്റ് വൺ. ഓൺ മൗസ് ക്ലിക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മൗസ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് ഓരോരോ ആക്റ്റീവ് ചെയ്തിരിക്കുന്ന ആക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ദിസ് ഈസ് ദ സെക്കൻഡ് സ്ലൈഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. കൊടുത്തിരിക്കുന്ന
ഒരു സ്ലൈഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റും. അതിൻ്റെ പ്ലേ ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ദെൻ യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കണം. നമ്മൾ ഏകദേശം ടെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനിയൊരു വോയിസ് റെക്കോർഡിങ്ങുമായിട്ടുള്ള ചാപ്റ്ററും അതേപോലെ കുറച്ച് തിയറി പോർഷൻസ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറി പോർഷൻസുമാണ് നമുക്ക് ഇനി എടുത്ത് തീർക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്തത് ഏതൊക്കെ രീതിയിലാണ് പ്രസൻറ്റേഷൻ ചെയ്തത്, പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ഓപ്ഷൻസ് എഴുതിയാൽ മതി. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ബ്യൂട്ടിഫൈ പ്രസൻറ്റേഷനിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു നോട്ടായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു നോട്ടായിട്ട് സ്മോൾ ഹെഡിങ് കൊടുത്തിട്ട് ഓരോ ഹെഡിങ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി. ഇതിൻ്റെ പ്രീവിയസ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട. ഈ പ്രാവശ്യത്തെ നോട്ട് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഈ പ്രസൻറ്റേഷൻ ചാപ്റ്ററിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തോളാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.